ദീപക് ധർമ്മടം തുടരുന്നു. ദീപക്, എന്താണ് നമുക്കറിയാൻ കഴിയുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം? ഈ ഫയർ ഫൈറ്റിംഗ്, കമ്പൈൻഡ് ഫയർ ഫൈറ്റിംഗിന് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ ദീപക്? ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വിവരം, ഇന്ത്യൻ നേവിയുടെ കൂടുതൽ കപ്പലുകൾ, പടക്കപ്പലുകളെ അങ്ങോട്ടേക്ക് അയക്കുന്നു എന്നുള്ളതാണ്. INS സത്ലജ് ഹെലികോപ്റ്ററുമായി അങ്ങോട്ടേക്ക് പുറപ്പെട്ടത് കൊച്ചിയിൽ നിന്നാണ്. സദേൺ നേവൽ കമാൻഡിൽ നിന്നുമാണ് പുറപ്പെട്ട് കഴിഞ്ഞത്. നാല് മണിക്കൂർ കൊണ്ട് സത്ലജ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തും. അതിവേഗം ചീറിപ്പാഞ്ഞു പോകാൻ സാധിക്കുന്നതാണ് INS സത്ലജ്. INS സത്ലജ് സാധാരണ ഈ യുദ്ധമുഖത്ത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, അതായത് അഗ്നിബാധ, മിസൈൽ ടാങ്ക് ആക്രമണം നടക്കുമ്പോൾ, സബ്മെറൈൻ ആക്രമണം നടക്കുമ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ നിരീക്ഷിക്കുകയും അത് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫയർ ഫൈറ്റിങ്ങിൻ്റെ എക്സ്പേർട്ടാണ് ഈ INS സത്ലജ്. ഈ കപ്പൽ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ടു. 4 മണിക്കൂർ കൊണ്ട് ഈ അഴീക്കൽ തുറമുഖത്തിന് 40 നോട്ടിക്കൽ മൈൽ പുറത്തുള്ള ഈ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് എത്തും. മാത്രവുമല്ല, ഹെലികോപ്റ്ററുമായാണ് പോയിരിക്കുന്നത്. ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ സത്ലജിന് ഒരേ സമയത്ത് കണ്ടെയ്നറിലെ ഈ ഡൗൺ ഡെക്കിലേക്കുള്ള ഈ പായുന്നതിനെ ഒരു കെമിക്കൽ ഫയർ ഫൈറ്റിംഗ് കൊണ്ട് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ പറ്റും. മറ്റൊന്ന്, ഈ ഹെലികോപ്റ്റർ മുകളിലൂടെ എല്ലാ നിരീക്ഷണങ്ങളും നടത്തി ഒപ്പം തന്നെ ഫയർ ഫൈറ്റിങ്ങിൻ്റെ ഭാഗമാവുകയും ചെയ്യും. അതായത് INS സത്ലജ് പോകുന്നു എന്നതിൻ്റെ സൂചന അവിടെ ഫയർ ഫൈറ്റിങ്ങിന് കൂടുതൽ സംവിധാനം വേണമെന്നുള്ളതാണ്. അതായത് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമല്ല, തീ ഇപ്പോഴും ആളിപ്പടരുന്നു എന്ന വിവരം ഓപ്പറേഷൻ കമാൻഡിന് ലഭിക്കുന്നു. ഓപ്പറേഷൻ കമാൻഡിൽ നിന്നും INS സത്ലജിനെ അങ്ങോട്ടേക്ക് അയച്ചു കഴിഞ്ഞു, അത് പുറപ്പെട്ടു കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ആധികാരികമായ പുതിയ വിവരം. ഹാഷ്മി, ഉറപ്പായും അപ്പോൾ ആ തീപിടുത്തം എത്രത്തോളം ഗ്രാവിറ്റിയിലുള്ള തീപിടുത്തമാണ് എന്നതുകൂടി അത് സൂചിപ്പിക്കുന്നുണ്ടല്ലോ ദീപക്. INS സത്ലജ് കൂടി പുറപ്പെടണമെങ്കിൽ നിലവിലുള്ള INS സൂറത്തടക്കമുള്ള സംവിധാനങ്ങൾ അപര്യാപ്തമാണ് എന്ന തിരിച്ചറിവിൽ തന്നെയാണ്. മാത്രമല്ല, ആ തീ കടലിലേക്കൊക്കെ ഇറങ്ങിയാൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം അത് നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അപ്പുറത്തേക്കാകും എന്ന തിരിച്ചറിവിൽ തന്നെയാണ്. അപ്പോൾ ഉണ്ടാവുന്നത് ഒരു വലിയ മേജർ തീപിടുത്തമാണ് എന്നുകൂടി സ്ഥിരീകരണമാണ് ഈ വരുന്ന സൂചനകളൊക്കെ ദീപക്. ആഷ്മി, അത് തന്നെയാണ്, ഒരു മേജർ ഫയർ ആണ് ഉണ്ടായിരിക്കുന്നത്. അത് നിലവിലുള്ള സംവിധാനം കൊണ്ട് നിയന്ത്രണ വിധേയമായില്ല. അതായത് കമ്പൈൻഡ് ഫയർ ഫൈറ്റിങ്ങിൻ്റെ ഫസ്റ്റ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. അത് നമ്മൾ കുറച്ച് നേരത്തെയാണ് ബ്രേക്ക് ചെയ്തത്. പക്ഷേ ആ ഫയർ ഫൈറ്റിംഗ് കൊണ്ട് അഗ്നി പൂർണ്ണമായും അണയ്ക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ്, ആ വിവരം ഓപ്പറേഷൻ കമാൻഡിലേക്ക് ലഭിക്കുന്നു. പ്രോട്ടോകോൾ പ്രകാരം രണ്ടാമത്തെ കപ്പൽ, അതായത് നേരത്തെ കാർവാറിൽ നിന്നും സൂറത്തിൽ വഴി INS സൂറത്ത് കൊച്ചിയിലേക്ക് വരികയായിരുന്നു, അതിനെ ഗതി തിരിച്ചു വിട്ടു. ഇപ്പോൾ INS സത്ലജ് പോകുന്നത് ഈ യുദ്ധമുഖത്ത് സാധാരണഗതിയിൽ വലിയ ടാങ്കർ ആക്രമണം നടക്കുമ്പോൾ, സബ്മെറൈൻ ആക്രമണം നടക്കുമ്പോൾ അതിനെ ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡിസ്ട്രോയർ എന്നുള്ള നിലയിൽ ഉപയോഗിക്കുന്ന ഒരു കപ്പലാണ് INS സത്ലജ്. ഈ INS സത്ലജിനകത്ത് വലിയ ഹെലികോപ്റ്റർ ഉണ്ട്. അതായത് MiG-20ക്ക് മുകളിലുള്ള ഓപ്പറേഷന് പറ്റുന്ന വലിയ ഹെലികോപ്റ്റർ ഉണ്ട്. ആ ഹെലികോപ്റ്റർ ഉൾപ്പെടെയാണ് കൊച്ചിയിലെ സദേൺ നേവൽ കമാൻഡിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നത്. നേവി രക്ഷയ്ക്ക് അവിടേക്ക് എത്തുന്നു. ആ രക്ഷാപ്രവർത്തനം ആദ്യം തീ അണക്കുക എന്നത് തന്നെയാണ്. അപ്പർ ഡെക്കിൽ നിന്നും ലോവർ ഡെക്കിലേക്ക് തീ പാഞ്ഞാൽ അത് എഞ്ചിൻ റൂമിലേക്ക് എത്തും. തൊട്ടടുത്ത് ഫ്യൂൽ ടാങ്ക് ഉണ്ട്, റിസർവ് ടാങ്ക് ഉണ്ട്. ഇതിലേക്ക് തീ എത്തിക്കഴിഞ്ഞാൽ അത് വലിയ ഒരു ദേശീയ ദുരന്തമായി മാറും. അത് മാറാതിരിക്കാനുള്ള വലിയ മുൻകരുതലാണ് നേവി എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് INS സത്ലജിനെ അങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത്. ആഷ്മി.